എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈനർ കുർത്തി എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. 2.5 മീറ്റർ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, 2 മീറ്റർ ക്രേപ്പിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, അതുപോലെ നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി, കാരണം നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം ഞാൻ തുണി ഇതുപോലെ നമുക്ക് എത്രയാണോ സ്ലീവിന് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ സ്ലീവിന് തുണി മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. 46 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ ഞാൻ ആ ലെങ്ത്തിലാണ് ടോപ്പ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് ആ ലെങ്ത്ത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ത്ത് വൈസായിട്ട് തുണി മടക്കിയിടേണ്ടി വരും. അപ്പോൾ പ്ലെയർ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു 1/2 മീറ്ററോളം ഞാൻ സ്ലീവ് തയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 മീറ്ററുള്ള തുണിയിലാണ് ഞാനിവിടെ ടോപ്പ് തയ്ക്കുന്നത്. അലൈൻ കുർത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്. 7 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ, 7.5 ഇഞ്ചാണ് ആം ഹോൾ. ഈ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ എൽ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 7.5 ഇഞ്ചിൽ താഴോട്ടേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എൽ ഷേപ്പിൽ 2 ലൈൻ വരച്ചില്ലേ, അതിൻ്റെ കോർണറിൽ ടാപ്പ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതൊരു 30 ഡിഗ്രി ആംഗിളിൽ ടാപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വിഡ്ത്ത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് എൻ്റെ കേസിൽ 36 ആണ്. 36 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 11 ഇഞ്ച്. ആ ഇത്രയും പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമ്മൾ ഒന്ന് കുഴിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നെക്ക് കിട്ടും, ബാക്കിൽ ആം ഹോൾ കിട്ടും. ഈ ആം ഹോളിന് ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി കുഴിച്ച് വരച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ആം ഹോളും കൂടി കിട്ടും. നെക്ക് വിഡ്ത്ത് നമ്മൾ സാധാരണ നോർമൽ കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ 2.25 ഇഞ്ചാണ് കൊടുത്തത്. എന്നിട്ട് 1/2 ഇഞ്ചിൽ ബാക്കിലെ നെക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഫ്രണ്ടിലെ നെക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്നില്ല, ഞാൻ ഓൾറെഡി അതിൽ വരച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കാണിക്കുന്നില്ല. ഷോൾഡർ 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കൂടി വരയ്ക്കുന്നുണ്ട്, കാരണം ഫ്രണ്ടിലെ നെക്കിലാണ് നമ്മൾ നെറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ പിന്നെ തന്നെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആ ഫ്രണ്ടിലെ നെക്ക് ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം. ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഓൾറെഡി നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഞാൻ 14 ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 14 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യേണ്ട ലെങ്ത്താണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഷേപ്പ് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടും. 8ൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഹിപ്പിൻ്റെ അവിടേക്കുള്ള അളവ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഷോൾഡറിന് താഴോട്ടേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാൻ 9.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ വല്ലാതെ ടൈറ്റായി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 9.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന്, അതായത് ഇപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അവിടേക്ക് സീം അലവൻസ് ചേർത്തിട്ട് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് ആംഗിളാക്കി വരയ്ക്കുക. ഈ വരച്ച അവിടെ നിന്ന് ഇനി മുകളിലേക്ക് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു കർവാക്കി വരയ്ക്കുക. എന്തിനാണ് അങ്ങനെ കർവാക്കി വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരേ അളവ് പോരെന്ന് നിങ്ങൾ ചിന്തിക്കും, കാരണം ഇത് ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെ താഴത്തെ ഭാഗം, അതായത് ഒരു സൈഡ് 2 സൈഡ് ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെരിച്ച് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് 2 മുതൽക്ക് 3, 3.5 ഒക്കെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ നെക്കൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട, ഫ്രണ്ടിൽ നമ്മൾ പിന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഉള്ളിലുള്ള പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി തുണി, അതായത് ഫ്രണ്ടിലെ പീസ് 2 മടക്കിയിട്ടിട്ട് ഫ്രണ്ടിലെ ആം ഹോളും കൂടി ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ നല്ല തുണി കട്ട് ചെയ്ത അതേ അളവ് തന്നെ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലെ പീസിൻ്റെ നല്ല വശമാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റ് ബാക്കിലെ പീസിൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സിബ്ബാണ്. അപ്പോൾ സിബ്ബ് എത്ര ലെങ്ത്തിലാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു 15 ഇഞ്ച് ലെങ്ത്തിലാണ് സിബ്ബ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ, കാരണം രണ്ടും നമുക്ക് ഇങ്ങനെ കുഴഞ്ഞ ടൈപ്പ് തുണി ആയത് കാരണം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ വരച്ച് മാർക്ക് ചെയ്യുന്നത് പോലെ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. നെക്ക് പകുതി, അതായത് നമ്മൾ ലൈൻ വരച്ച് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ ഇറങ്ങുക. അതായത് നമ്മൾ ഇപ്പോൾ വരച്ച ആ ലൈനില്ലേ, ആ ലൈനിൽ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക. എന്നിട്ട് അവിടുന്ന് അതായത് സ്ക്വയർ ടൈപ്പ് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ സ്ക്വയർ ടൈപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മുകളിൽ വന്നതിന് ശേഷം പിന്നെ ബാക്കി നെക്കിൻ്റെ ബാക്കി സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക, ആം ഹോളിൻ്റെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതായത് വരച്ച അതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ സെൻറ്ററിൽ നമുക്ക് സിബ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സിബ് കാണിച്ചിരുന്നില്ല, അപ്പോൾ ആ സിബ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. കറക്റ്റാക്കിയിട്ട് വച്ചിട്ട് നമ്മൾ പതിച്ചടിക്കുക. അതായത് ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് മുതൽക്കേ പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ലേ, ആ ഭാഗത്തുമ്പോൾ ഉള്ളിൽ സിബും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കിനി സിബ് സ്റ്റിച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. സിബിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബാക്കിലെ പീസിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. ഫ്രണ്ടിലെ പീസിലെ ലൈനിങ് ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലൈനിങ് ഇതുപോലെ കറക്റ്റ് നടുവാക്കി മടക്കിയിടുക. അതിനുശേഷം നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത്, അതായത് നമ്മൾ ഇറക്കം കൊടുക്കുന്നത്, നെക്കിന് ഇറക്കം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഇറക്കം മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ തയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുക്കണം. അതായത് നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എപ്പോഴും എക്സ്ട്രാ എടുക്കണം ഷോൾഡർ തയ്ക്കാൻ പോകുന്നത് കൊണ്ട്. നിങ്ങൾക്കൊരു 7 ഇഞ്ച് വരെ കൊടുക്കാം, നിങ്ങളുടെ സേഫ്റ്റിക്ക് അനുസരിച്ചിട്ട് കൊടുക്കുക. എനിക്കിത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ചുകൂടെ ഇറക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ നിങ്ങളതുകൊണ്ട് കുറച്ചുകൂടി ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമുക്കിതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഈ 2.5 മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സ്ലീവ് തയ്ക്കുമ്പോൾ നമുക്ക് പോകും. പിന്നെ ഉണ്ടാവുന്നത് 2 ഇഞ്ചാണ്. ഈ 2 ഇഞ്ചിൽ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ 1/4 ഇഞ്ചും പോകും. പിന്നെ നമുക്കവിടെ ഉണ്ടാകുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2.5 എടുത്തത്. ഈ 2.5 എടുത്തിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ടേക്ക് നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഷേപ്പ് കണ്ടില്ലേ. നേരത്തെ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ട് വൈഡ് സ്ക്വയർ നെക്ക് ചെയ്തപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എലാസ്റ്റിക് വെക്കാണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എലാസ്റ്റിക് വെക്കാണ്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഈ കോർണർ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല തുണി ഇതേപോലെ നല്ല തുണീൻ്റെ നല്ല വശം വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് വയ്ക്കുക. ലൈനിങ് വെച്ചതിന് ശേഷം നല്ല തുണിയിൽ നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം അതായത് സൈഡൊക്കെ ചെറിയ കട്ട് കൊടുക്കുക. ഈ ചെറിയ കട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ പുറത്തേക്ക് കട്ട് വരാൻ പാടില്ല. സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കട്ട് വരുന്ന രീതിയിൽ വേണം കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക നെക്ക് വിഡ്ത്ത് വളരെ കുറച്ച് തിന്നായത് കാരണം നമുക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പെൻ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ എഡ്ജസ് കുത്തി കൊടുത്താൽ മതിയാവും. കുത്തി കൊടുക്കുമ്പോൾ പുറത്തേക്ക്, അതായത് സ്റ്റിച്ച് വിട്ടിട്ട് പുറത്തേക്ക് വരരുത് കേട്ടോ, ഹോള് വന്ന് പോകരുത്. അല്ലാണ്ട് മെല്ലെ മെല്ലെ ഇതുപോലെ കൊടുത്തിട്ട് പുറത്തെടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് ചെറിയൊരു കഷ്ണം നെറ്റ് വേണം. ഈ നെറ്റ് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നമ്മളെ ഫ്രണ്ടിലെ പീസ് കറക്റ്റ് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ 2 ഭാഗവും കറക്റ്റ്, അതായത് നെറ്റിൻ്റെ മുകൾ വശവും കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കുക. നേരത്തെ നമ്മൾ മറിച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പതിച്ചടിച്ചിട്ടില്ല. പതിച്ചടിക്കുമ്പോൾ നമ്മൾ നെറ്റും കൂടി ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആം ഹോളിൻ്റെ സൈഡ് മുതൽക്ക് അടിച്ച് തുടങ്ങിയിട്ട് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ അടിക്കാം. ഇനി നമ്മൾ ഇതേപോലെ ബാക്കിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവും. അത് നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഏത് ഷേപ്പാണോ കൊടുത്തതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്യാം. നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നൂല് വലിയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളോട്ടേക്ക് മടക്കി പിടിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്യുമ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ തയ്ക്കാം. നല്ല ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഷോൾഡർ തയ്ക്കുക. ഷോൾഡർ തയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലെ പീസ് നമ്മൾ കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ് ഉണ്ടാവും, 2.25 ഇഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ 1/2 ഇഞ്ചിൽ നമ്മൾ ബാക്ക് നെക്ക് വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ അളവിൽ വരെ നമ്മൾ ഷോൾഡർ തയ്ക്കണം. ഇനി ഷോൾഡർ തയ്ച്ചതിന് ശേഷം ഇതേപോലെ മടക്കിയിടുക. എന്നിട്ട് നമ്മൾ ഒരു 2 ഇഞ്ചിലാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ 2 ഇഞ്ചിൽ കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന രീതിയിൽ ആ ബാക്കിൽ വരുന്ന എന്താ പറയുക കോളർ വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 ഇഞ്ചിൽ കട്ട് ചെയ്തത്. നിങ്ങൾ അതായത് കഴുത്ത് അത്യാവശ്യം വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 മുതൽക്ക് 3.5 വരെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ നെക്ക് ഇറക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. 2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം, കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പേസ്റ്റിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. താഴ്വശം നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും ബാക്ക് പീസാണ് കറക്റ്റ് കോർണറിൽ വരിക, അതായത് ഓപ്പണിംഗ് അല്ലാത്ത ഫോൾഡഡ് ഭാഗത്ത് ബാക്ക് പീസാണ് വെക്കാറ്. പക്ഷേ ഇത്
ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലെ പീസാണ് ഫോൾഡഡ് ഭാഗത്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം, ആ ഫോൾഡഡ് ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ വരണം കേട്ടോ, ഫ്രണ്ടിലെ പീസിൻ്റെ സെൻറ്റർ വരണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ആർച്ച് ഷേപ്പ് വരുന്ന രീതിയിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ അതേ അളവ് അതേ ഷേപ്പിൽ നമ്മൾ ലൈൻ മാർക്ക് ചെയ്യുക. ലൈൻ മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് എക്സ്ട്രാ വരച്ചിട്ടുണ്ട്, പിന്നെ നമുക്കൊന്നും കൂടി മാർക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഞാൻ ഇവിടെ കോളർ കൊടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ, അതായത് കോളറിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 1.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കോളറിൻ്റെ വിഡ്ത്ത് കൂടി ഇതേ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടി വെച്ചിട്ട് നമുക്ക് എത്ര ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവ് മാർക്ക് ചെയ്തതിന് ശേഷം 2 എഡ്ജും കൂടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ എക്സ്ട്രാ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് കർവ് ചെയ്തിട്ടും കൂടി വരയ്ക്കുന്നുണ്ട്. കോളർ എഡ്ജ് ഭാഗം ഒന്നിങ്ങനെ കർവായി വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർവ് ചെയ്തും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പീസിന് നമ്മൾ ഒരു തുണിയിൽ അയൺ ചെയ്തെടുക്കാം. നമുക്കിതിപ്പോൾ നമ്മൾ ജോർജറ്റിൻ്റെ തുണി ആയത് കാരണം തന്നെ അതിൽ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ നെക്ക് അല്ലെങ്കിൽ കോളർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ വെൽവെറ്റിൻ്റെ തുണിയിലൊക്കെ അയൺ ചെയ്തെടുക്കും അല്ലെങ്കിൽ കോളർ ചെയ്യുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പോൾ എനിക്കിത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈനിങ് പീസിലാണ് ചെയ്യുന്നത്. ലൈനിങ് പീസിൽ ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ആ കോളർ മൊത്തം വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എന്ത് തുണിയിലാണ് ചെയ്തതെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലൈനിങ് തുണിയിലാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. 2 സൈഡിലും നമ്മൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കറക്റ്റ് ആ കോളറിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ ഈ തുണി നമ്മൾ കർവാക്കിയിട്ട് വരച്ച ഭാഗം അല്ലാത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള തുണി നമ്മൾ കറക്റ്റ് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു തുണിയും കൂടി വേണം. ആ തുണീൻ്റെ മുകളിലായും കൊണ്ട് നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പേസ്റ്റിംഗ് പേപ്പറുള്ള തുണിയും കൂടി നമ്മൾ വെക്കുക. വെച്ചിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഉണ്ടാവണം എല്ലാ ഭാഗത്തും കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അയൺ ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യില്ല, ബാക്കി 3 ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുള്ള എക്സ്ട്രാ ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമ്മൾ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പേസ്റ്റിംഗ് പേപ്പറുള്ള പീസ് എടുത്തിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കോളർ 2 ഭാഗവും ഫിനിഷായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഈ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലുള്ള പേസ്റ്റിംഗ് പേപ്പറിൽ സ്റ്റിച്ച് കൊള്ളാതെ എന്നാൽ കറക്റ്റ് പേസ്റ്റിംഗ് പേപ്പർ മടങ്ങി കിടക്കുമ്പോൾ എവിടെയാണോ വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പേസ്റ്റിംഗ് പേപ്പറും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ സ്റ്റിച്ച് അയച്ചിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പതിയെ ചെയ്യുക. ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ്, നിങ്ങൾ പതിയെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളെ കുർത്തീൻ്റെ റോങ് സൈഡ് അതിൻ്റെ അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ ഇതേപോലെ ഷോൾഡർ നിങ്ങൾ ഇതേപോലെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടും. ഈ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കോളറിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കോളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്തിനാണ് എക്സ്ട്രാ കോളറിൽ പതിയാടൊരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതെന്ന്. ആ സ്റ്റിച്ചിലൂടെയാണ് നമ്മളിനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇനി ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. പതിയെ മെല്ലെ ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾ പതിയെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കുക. നല്ല വശത്തേക്ക് നമ്മൾ ഇതേപോലെ കോളർ മറിച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മൾ പതിച്ചും കൂടി ഒന്ന് അടിക്കുക. സിബ് നമ്മൾ കോളറിൻ്റെ ഉള്ളിലേക്ക് ചേർത്തിട്ട് പതിച്ചടിച്ചിട്ടില്ല, അല്ലാണ്ടുള്ള ഭാഗം മാത്രമേ നമ്മൾ പതിച്ചടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തുണി ഇവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ഫോൾഡഡ് ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഞാൻ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് തുണി 4 മടക്കിയിട്ടപ്പോൾ ഉള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്താണ് 11 ഇഞ്ച്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് 4 മടക്കിയിടുക. ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. എനിക്ക് 17.5 ഇഞ്ച് ലെങ്ത്ത് മതി. അത് 3/4 സ്ലീവാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണം. ബാക്കി 2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 1/2 ഇഞ്ചിലാണ് നമ്മൾ സാധാരണ താഴ്വശം മടക്കി തയ്ക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 1 ഇഞ്ചിലാണ് താഴ്വശം മടക്കി തയ്ക്കുന്നത്. ആദ്യം 1 ഇഞ്ചിൽ തയ്ക്കും, പിന്നെ 1 ഇഞ്ചിൽ തയ്ക്കും. അത് എന്തിനാ 1 ഇഞ്ചിൽ തയ്ക്കുന്ന കാരണം എന്താ വെച്ചാൽ ആ 1 ഇഞ്ചിൽ നമുക്ക് വർക്ക് ചെയ്യാനും വേണം. അപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന ഭാഗത്ത് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ചിൽ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്.
ഇനി നമുക്ക് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ 20 ഇഞ്ചാണ്. 20 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി താഴത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ സീം അലവൻസ് 2 ഇഞ്ചും കൂടി ചേർത്ത് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3.5 ഇഞ്ച് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് 3.5 ഇഞ്ച്. ഇനി ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 ഇഞ്ച് എന്ന് വെച്ചാൽ ആ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ്. ആ ഭാഗത്ത് കുഴിച്ചിട്ടൊന്നും നമ്മൾ വരയ്ക്കില്ല. അതുകൊണ്ടാണ് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗം നമ്മൾ ഒരു എഡ്ജിലേക്ക് നമ്മൾ ടാപ്പ് വെച്ചിട്ട് കർവാക്കിയിട്ട് പിടിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ കൊടുത്ത ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നമ്മളിപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കർവാക്കി വരയ്ക്കുക. അതായത് മുകളിൽ നിന്ന് കർവാക്കി വരയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് പിന്നെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കുഴിച്ചും കൂടി വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ വരച്ച അത്രയും അളവിൽ നമ്മളിത് കട്ട് ചെയ്യുക. എന്നിട്ട് താഴ്വശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 ഇഞ്ചിൽ മടക്കി തയ്ക്കുക. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2 ഇഞ്ചിൽ മടക്കി തയ്ക്കുക. ഞാനിവിടെ കുറച്ചധികം സ്റ്റോൺസും കുന്തൻസും ബീഡ്സും ഒക്കെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ സെയിം കളറിലുള്ളത് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാത്തത് നമ്മൾ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി പിടിപ്പിക്കുക. നമ്മൾ സ്ലീവ് ചെയ്യുന്നതിൻ്റെ മുന്നേ വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ലീവ് ജോയിൻ ചെയ്ത് സൈഡും കൂടി ചേർത്തടിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ കോളർ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കോളറിന് ആ ഫുൾ വർക്ക് താഴോട്ടേക്ക് കുറച്ച് നെറ്റിലേക്ക് ഇറങ്ങുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി പ്ലെയിൻ നെറ്റിൽ അല്ലാതെ നമ്മൾ സെയിം കളറിലുള്ള ഹാഫ് ബീഡ്സ് തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നെക്ക് നമ്മൾ ഒരു 3/4 ഇഞ്ചിലും ഇതേപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്ത് നമ്മൾ സ്ലീവിൻ്റെ താഴ്വശം ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ചിൽ മടക്കി തയ്ക്കാൻ, ആ ഭാഗത്തും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് വർക്ക് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ബാക്കിയും കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ സ്ലീവ് നിങ്ങൾ ജോയിൻ ചെയ്യുക. സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മറച്ചിട്ടിട്ട് ലൈനിങ്ങിൻ്റെ താഴ്വശം മടക്കി തയ്ക്കുക. ഒപ്പം നല്ല തുണീൻ്റെ താഴ്വശവും മടക്കി തയ്ക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ തറ്റം മുതൽക്ക് നമ്മളെ കുർത്തീൻ്റെ തറ്റം വരെ നിങ്ങൾ 2 സൈഡും ഫുള്ളായിട്ട് നിങ്ങളുടെ ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ